وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 53-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആ ക്ലാസിന്റെ അവസാനം സൂചിപ്പിച്ച പോലെ ഇന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ പേരെടുത്തു പറഞ്ഞ ഒരു പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം. ഇനിയും തുടർന്നുള്ള ഒരുപാട് ആയത്തുകളിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകളും മറ്റും ഒന്ന് ഹ്രസ്യമായി പഠന വിധേയമാക്കാനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇസ്രാ രാത്രിയിൽ തവിട്ട് നിറത്തോടു കൂടിയ തലമുടി ജട പിടിച്ച പൊക്കമുള്ള ഒരു ശനൂ ഗോത്രക്കാരനെ പോലെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിയെ ഞാൻ കണ്ടത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. അതോടൊപ്പം ഈസാ നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മിതമായ വലിപ്പവും ചുവപ്പും വെളുപ്പും കലർന്ന നിറവും ജട പിടിക്കാതെ നീണ്ടുകിടക്കുന്ന മുടിയുമുള്ള ഒരാളായിട്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഒരു പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ, തീർച്ചയായും അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു, അദ്ദേഹം ദൂതനും പ്രവാചകനുമായിരുന്നു എന്നാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കൊടുത്ത ഒരു സ്ഥാനമാണ് പിന്നീട് പറയുന്നത്, വവഹബ്നാ ലഹു മിൻ റഹ്മത്തിനാ അഖാഹു ഹാറൂന നബിയ്യ, നമ്മുടെ കാരുണ്യത്താൽ തന്റെ സഹോദരനായ ഹാറൂനിനെ ഒരു പ്രവാചകനായി അദ്ദേഹത്തിന് നാം നൽകി എന്നാണ് സൂറത്ത് മറിയമിലെ 51-ാമത്തെയും 53-ാമത്തെയും ആയത്തുകളിൽ നമുക്കിത് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് ഒരു സഹായത്തിനായി അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനായ ഹാറൂൻ അലൈഹി ഇസ്ലാമിയെ അള്ളാഹു നബിയായി അദ്ദേഹത്തിന് നൽകിയെന്നാണ്. അതും മൂസാ നബി അലൈഹി ഇസ്ലാമിയോടുള്ള അദ്ദേഹത്തിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള കാരുണ്യമാണ് എന്നാണ് സഹോദരങ്ങളെ ഇവിടെ അറിയിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൊണ്ടും അള്ളാഹുവുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ടും ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് സൂറത്തുൽ അഅറാഫിലെ 144-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം പറയുകയാണ്, മുസ്ലിമുകളിൽ നിന്ന് ഒരു വ്യക്തിയും ജൂതരിൽ നിന്ന് ഒരു വ്യക്തിയും തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്കിനിടയിൽ മുസ്ലിമായ വ്യക്തി പറഞ്ഞു, ലോകരേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രേഷ്ഠനായി തെരഞ്ഞെടുത്ത അള്ളാഹു ആണ് സത്യമെന്ന് ആ മുസ്ലിം പറഞ്ഞു. അപ്പോൾ അത് കേട്ട ആ ജൂതൻ പറഞ്ഞു, ലോകരേക്കാൾ മൂസയെ ശ്രേഷ്ഠനായി തെരഞ്ഞെടുത്ത അള്ളാഹു ആണ് സത്യമെന്ന് ആ ജൂതനും പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആ മുസ്ലിം തന്റെ കൈ ഉയർത്തുകയും എന്നിട്ട് ആ ജൂതന്റെ മുഖത്തടിക്കുകയും ചെയ്തു. അടി കിട്ടിയ ജൂതൻ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് തങ്ങൾക്കിടയിലുണ്ടായ ആ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധരിപ്പിക്കുകയാണ്. ഈ വിഷയം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെടുകയും എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു എന്നാണ്, പ്രവാചകന്മാർക്കിടയിൽ നിങ്ങൾ ശ്രേഷ്ഠത കൊണ്ട് വിവേചനം കാണിക്കരുത്, കാരണം സൂറിൽ ഊതപ്പെടും, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ആകാശഭൂമികളിലുള്ളവർ മുഴുവൻ ബോധരഹിതരായി വീഴും, പിന്നെ വീണ്ടും സൂറിൽ ഊതപ്പെടും, അപ്പോൾ ആദ്യം എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും, അപ്പോഴതാ മൂസ അർശിനെ പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തൂർ പർവ്വതത്തിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹം ബോധക്ഷയനായി വീണതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം അതിൽ മതിയാക്കപ്പെട്ടതാണോ അതല്ല എനിക്ക് മുമ്പ് അദ്ദേഹം ബോധമുണർന്നതാണോ എന്ന് എനിക്കറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
നോക്കൂ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു നൽകിയ സ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ വിനയമാണ് ഈ ഹദീസിൽ നമ്മൾ കാണുന്നത്. നമുക്കെല്ലാം അറിയാം, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് മഹാനായ നമ്മുടെ എല്ലാം ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യമാണ് അത്. അനാ സയ്യിദു വലദി ആദമ യൗമിൽ ഖിയാമ, ആദം സന്തതികളിൽ സയ്യിദ് ഞാനാകുന്നു. ആദ്യമായി ഖബർ പിളരുന്ന വ്യക്തിയും ഞാനായിരിക്കും. ഒന്നാമതായി ശുപാർശ പറയുന്നവനും ശഫാഅത്തിന് അനുവാദം ലഭിക്കുന്ന വ്യക്തിയും ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു വലിയ സ്ഥാനം കൊടുത്ത ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. എന്നിട്ടും ആ പ്രവാചകന്റെ അനുയായികൾ, ആ പ്രവാചകന്റെ ജനത അദ്ദേഹത്തെ എന്നും പ്രയാസപ്പെടുത്തുകയായിരുന്നു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും തന്റെ അനുയായികളായ ആളുകളിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജനതയെക്കുറിച്ച് അനുസ്മരിക്കുന്ന ഘട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കൊരു സംഭവം കാണാം. അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസാണ്. ഈ ഹദീസിൽ നിവേദകനായ സ്വഹാബി പറയുകയാണ്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സമ്പത്ത്, അതായത് യുദ്ധാർജിത സമ്പത്ത് അത് വീതം വെക്കുകയാണ്. ആ സമയം അഖ്റ ഇബ്നു ഹാബിസ് എന്ന വ്യക്തിക്കും അതുപോലെ ഉയൈന എന്ന പേരുള്ള ഒരു വ്യക്തിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 ഒട്ടകങ്ങൾ ഭാഗിച്ചു നൽകി. അതുപോലെ അറബികളിലെ മറ്റു ഉന്നതരായ വ്യക്തികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ കൊടുത്തു. അപ്പോ വീതം വെക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുൻഗണന നൽകുകയാണ്. ഇതറിഞ്ഞ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നീതിപൂർവമല്ലാത്ത ഒരു ഭാഗം വെക്കലാണിത്. അള്ളാഹുവിന്റെ പ്രീതി ഇവിടെ ലക്ഷ്യം വെച്ചിട്ടേ ഇല്ല എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. അതിനുശേഷം ഈ ഹദീസ് നിവേദനം ചെയ്ത സ്വഹാബി ആ മനുഷ്യൻ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്ന ചായം പോലെ ആയി മാറി എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവും അവന്റെ ദൂതനും നീതി പാലിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ് ഇവിടെ നീതി പാലിക്കുക എന്ന്. മൂസാ നബി അലൈഹി ഇസ്ലാമിയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഇതിലപ്പുറം അദ്ദേഹം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു പ്രയാസം തന്റെ അനുയായികളാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളിൽ നിന്നുണ്ടായപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രബോധന ജീവിതത്തിലേക്കാണ് സാമ്യപ്പെടുത്തുന്നത്. അത്രമാത്രം പരീക്ഷണങ്ങൾ തന്റെ ജനങ്ങളിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു പോലും നമ്മെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ, സത്യവിശ്വാസികളെ നിങ്ങൾ മൂസാ നബിയെ ശല്യപ്പെടുത്തിയവരെ പോലെ ആകരുത് എന്ന് സൂറത്ത് അഹ്സാബിലെ 69-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായം എന്ന് പറയുന്നത് അത് വലിയ ഒരു സമുദായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സമുദായങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഒരു നബിയെ ഞാൻ കണ്ടു, അദ്ദേഹത്തോടൊപ്പം 10-ൽ കുറഞ്ഞ ആൾക്കൂട്ടമുണ്ട്. മറ്റൊരു നബിയെ കണ്ടു, അദ്ദേഹത്തോടൊപ്പം 1-2 ആളുകളുണ്ട്. മറ്റൊരു നബിയെ കണ്ടു, അദ്ദേഹത്തോടൊപ്പം ഒരാളുമില്ല. ആ സമയത്ത് മഹത്തായ ഒരാൾക്കൂട്ടം എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്റെ ഉമ്മത്തികളാണ് എന്ന്. ആ അവസരത്തിൽ എന്നോട് പറയപ്പെട്ടു, ഇത് മൂസായും അദ്ദേഹത്തിന്റെ സമുദായവുമാണ്. എന്നാൽ താങ്കൾ ചക്രവാളത്തിലേക്ക് നോക്കൂ. അപ്പോൾ ഞാൻ നോക്കി, അപ്പോഴത് മഹത്തായ ഒരു ജനത. അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഇത് താങ്കളുടെ ഉമ്മത്തികളാണ്. അവരുടെ കൂടെ 70,000 ആളുകളുണ്ട്. അവർ വിചാരണയോ ശിക്ഷയോ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതായത് 70,000 ആളുകൾ അവരൊരു വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിൽ കൂടുതൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിൽ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ് ഏറ്റവും വലിയ സമുദായമെന്ന്. എന്നാൽ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായവും വലിയ ഒരു സമുദായം തന്നെയാണ്. ആ സമുദായത്തിലേക്ക് വ്യത്യസ്ത പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും അതുപോലെ തന്നെ രാജാക്കന്മാരും വലിയ ഭരണാധികാരികളും ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ഏതായാലും അതെല്ലാം അവരുടെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടുകൂടി അവരുടെ ശരീഅത്ത് അവസാനിച്ചു. ഇനി അവരെല്ലാം പിന്തുടരേണ്ടത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയിൽ 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹി സ്വലാമിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതും മറ്റും വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അവരെ കണ്ടുമുട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കടന്നുപോയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം കരഞ്ഞു എന്നാണ്. എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്, എന്റെ റബ്ബേ, എനിക്ക് ശേഷം നീ പ്രവാചകനാക്കി നിയോഗിച്ച ഒരു കുട്ടിയാണിത്. എന്റെ സമുദായത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ അധികം ആളുകൾ ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാണ് മൂസാ നബി അലൈഹി സ്വലാമ അവിടെ കരയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്തുമാത്രം ഗുണകാംക്ഷയും സ്നേഹവുമാണ് മൂസാ നബി അലൈഹി സ്വലാമക്ക് ഇസ്രായേൽ സന്തതികളോടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാം അവരോടൊപ്പം ജീവിച്ചിരുന്ന സമയത്ത് അവരെ ഗുണദോഷിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 53-ാമത്തെ ആയത്തിലൂടെ എടുത്തു പറഞ്ഞത്, വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാൻ, വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും മൂസാക്ക് നാം നൽകിയ സന്ദർഭം ഓർക്കുക എന്ന്. ആ സത്യാസത്യ വിവേചനവും വേദഗ്രന്ഥവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമ അവർക്കിടയിൽ പ്രബോധനം ചെയ്തത്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം അവർക്ക് വേണ്ടി നൽകിയത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നത്, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി എന്നാണ്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 53-ാമത്തെ ആയത്തിന്റെ പഠനവുമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്ന് പഠിക്കാനുണ്ട്. അതിനായി ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.